രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കിയതിൽ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ്. ജയ് ഭാരത് സത്യാഗ്രഹത്തിന് തുടക്കമായിരിക്കുകയാണ്. അതേസമയം ലോക്സഭാ സ്പീക്കർക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകുന്നതിൽ തീരുമാനം ഇന്നുണ്ടാകും. വിവരങ്ങളുമായി ഗീസ് ഉണ്ട്. ഗീസ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ നടക്കുന്നു. പാർലമെന്റിന്റെ ഇരു സഭകളിലും സഭയ്ക്ക് പുറത്തുമെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഒരു പ്രതിപക്ഷ ഐക്യത്തിനുള്ള രൂപീകരണ സാധ്യതകളെല്ലാം തന്നെ വലിയ രീതിയിൽ ഉണ്ടാവുന്നു. നിലവിൽ ഈ ഒരു പ്രതിഷേധങ്ങൾ ഏത് ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്? എങ്ങനെയാണ് പ്രതിഷേധം കൊണ്ടുപോകുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിനെ അയോഗ്യനാക്കിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു ആഭ്യന്തര കാര്യമാണ്. കാരണം തങ്ങളുടെ ശക്തനായ നേതാവ് അല്ലെങ്കിൽ തങ്ങളുടെ മുഖമായിട്ടുള്ള ഒരു നേതാവിനെ അയോഗ്യനാക്കിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും രാഷ്ട്രീയ നീക്കമായി കാണേണ്ടത് CPM, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി അടക്കമുള്ള JRD അടക്കമുള്ള പാർട്ടികൾ, BRS അങ്ങനെ അടക്കമുള്ള നിരവധി 19 പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് നിൽക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. അതാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമായി വരുന്നത്. കാരണം BJPയെ തകർക്കുവാനായിട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ തകർക്കുവാനായിട്ട് BJP RSS സഖ്യം അത് തകർക്കുവാനായിട്ട് ഈ 19 പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് പോരാടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ രാഹുൽ ഗാന്ധിനെ അയോഗ്യനാക്കിയ നീക്കത്തിന് പിന്നാലെ രാജ്യത്തുടനീളം അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായതൊക്കെ കണ്ടതാണ്. കാരണം ഏത് തരത്തിലുള്ള സംഘർഷത്തെയും അടിച്ചമർത്തുവാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന ആരോപണമാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന മാർച്ചിൽ പാർലമെന്റ് MPമാരെ അടക്കം വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തുമുണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ള നീക്കങ്ങളെല്ലാം കോൺഗ്രസ് ഇതിനോടകം തന്നെ അപലപിച്ചിട്ടുണ്ട്. ശക്തമായ എതിർപ്പുമായി വിമർശനവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് ഇനി അങ്ങോട്ട് വയ്ക്കുന്നത് ഒരു സമരങ്ങളുടെ പരമ്പര തന്നെയാണ്. അതിന്റെ ഭാഗമായി ജയ് ഭാരത് സത്യാഗ്രഹ സമരം നടത്തുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം ഈ ജയ് ഭാരത് കോൺഗ്രസുമായി ജയ് ഭാരത് ഒരു നിമിഷം തുടരും. ഇപ്പോൾ TN പ്രതാപൻ MP നമ്മോടൊപ്പം ചേരുകയാണ്.